ഇതിങ്ങനെ അടുക്കി പൊടി കയറാതെ വെച്ചേക്കും. ഇതുകൊണ്ട് അതുകൊണ്ട് കുറേ അപ്പുറം ഷെഡ് ഇരിപ്പുണ്ട്. ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് തന്നെ 20 കട്ടിൽ കൊടുത്തു. 5 വർഷമായി. ഈ 5 വർഷം കൊണ്ട് ആരെല്ലാം കിടന്നു, ഹിന്ദുക്കളാണോ മുസ്ലിമാണോ രാഷ്ട്രീയക്കാരാണോ ഏത് പാർട്ടിയാണെന്നില്ല, എന്തായാലും ഞാൻ കൊടുത്ത കട്ടിൽ രാത്രി ആൾക്കാർ കിടക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ സമീപിക്കുന്നുണ്ട്. അവർക്ക് 2 പറയി കൊടുത്താലും സന്തോഷം. എന്നാലും ഇത് ഞാൻ കാശാക്കി മുതലാളിയാവാൻ പോകുന്നില്ല. പല ആൾക്കാരും ഇങ്ങനെ ഞാൻ ഇത് വിറ്റ് കാശാക്കും, ആടയാ വേല പറയും. ഇവിടെ വന്നു അവരുമായിട്ട് അടി വരെ ഉണ്ടായി. ഇവിടെ ആ വെള്ളം തന്നെ അരിക്കാൻ വേണ്ടിയിട്ട് മേളി ഷെഡും ഉണ്ട്, ടാർപ്പായുണ്ട്. ഇതിപ്പോഴേ 1 തരം കട്ടിൽ 6 അടി നീളം, 4 വീതിക്കുള്ള മഹാഗണി തേക്കും എല്ലാം വിട്ട് ആണ് ലക്ഷങ്ങളുടെ മുടക്കായി. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ 1 വർഷമാവുന്നുണ്ട്. വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടേതായ 100 കട്ടിൽ കൊടുക്കാൻ വേണ്ടി അഹോരാത്രം പണിപ്പെട്ടു. 1.5 മാസം കൊണ്ട് എൻ്റെ വണ്ടിയും ഞാനും കൂടെ കിടന്ന് അഹോരാത്രം കിടന്ന് പാടുപെട്ട് 102 കട്ടിലുണ്ടാക്കി. അത് 3 കട്ടിലും 3 ക്യാൻസർ പേഷ്യൻറ്റിന് വേണ്ടിയിട്ട് ഇവിടെ കാസർഗോഡേക്ക് കൊടുത്തയച്ചു. ബാക്കി 97 കട്ടിലുണ്ട്. അതിൽ 10 കുറേ എണ്ണം അടിച്ചു കൂട്ടി ഇവിടെ കെട്ടിരിക്കുന്നു. അവിടെ എല്ലാം കുറേ ആശാരുടെ വീട്ടിലിരിപ്പുണ്ട്. ഇനി കുറേ എണ്ണം അടിച്ചു കൂട്ടായിരിക്കുന്നു. ഇതിങ്ങനെ ഇരുന്നാൽ എന്ത് ചെയ്യും? പലരെയും മുട്ടി, വയനാട്ടിൽ പല നേതാക്കന്മാരെയും മുട്ടി, പലരോടും പറഞ്ഞു ഇതൊന്ന് കൈകാര്യം ചെയ്യാൻ വയനാട്ടിൽ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ ആരോരുമില്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നത്. എന്നാൽ നാട്ടിൽ പറക്കി ആരും കൊടുത്താൽ അത് ദോഷമല്ലേ? വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പം അവിടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ 100 വീട് ഏതാനും ദിവസിക്കാൻ വീട് തീരുന്നുണ്ട്. ഒത്തിരി പേര് പറഞ്ഞു. അപ്പോൾ ഈ പറച്ചിൽ കേട്ടുകൊണ്ടാണ് ഞാനിത് എടുത്തിയാടിയാൽ ചെയ്തത് സന്തോഷമുണ്ട്. ഇപ്പോൾ മാസം പെൻഷൻ കിട്ടുമ്പോൾ 24,000 രൂപ നമ്മൾ ബാങ്കിൽ അടച്ചുകൊണ്ടിരിക്കാൻ ലോൺ. ലോൺ കടമുണ്ട്. അപ്പം എന്നോട് പല സുഹൃത്തുക്കളും പറഞ്ഞു ഞങ്ങളെല്ലാം സഹായിക്കാമെന്ന് പറഞ്ഞു. സഹായിക്കാൻ നോക്കിയപ്പോഴത്തേക്ക് പിന്നെ സഹായിക്കാമെന്ന് പലരും വാക്ക് പറഞ്ഞു. ഞാനും പണി തുടങ്ങിയപ്പോഴത്തേക്ക് കൈ കാശില്ല. അപ്പം നമ്മുടെ പല കൂട്ടുകാരുടെ കടം വാങ്ങിച്ചു സാധനവും പണിഞ്ഞു വെച്ചു. ഇപ്പോൾ കടക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ ലോൺ വാങ്ങിച്ച് അവിടെ കട വീടി. പിന്നെ ഞാൻ മാസം പെൻഷൻ കിട്ടുമ്പോൾ എൻ്റെ പൈസ അടച്ചാൽ മതി. പക്ഷേ ആരെങ്കിലും എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക. 100 കണക്കിന് ആൾക്കാർ ആവശ്യപ്പെടുക. പലർക്കാണെങ്കിൽ വീട് വെക്കണം, വീട് വെച്ചിട്ടില്ല, പെണ്ണെ കെട്ടിക്കണം, അല്ലെങ്കിൽ കുറേ കെട്ടി കൊടുക്കാതെ എന്ന് ഒത്തിരി പേര് 100 കണക്കിന് ആൾക്കാർ വിളിക്കുക. പക്ഷേ അവർക്ക് കൊടുക്കാൻ വേണ്ടി വിശ്വാസമല്ല. പലരും പറയും അവിടെ കൊണ്ട് പിന്നെ ദുരിതാശ്വാസ ക്യാമ്പിൽ എത്തിക്കാനായിട്ടും അവിടെ പോയിട്ട് ഇതിപ്പോൾ എൻ്റെ കഷ്ടപ്പെട്ട മുതല ഒരു കട്ടിൽ 7,000 രൂപ 8,000 രൂപ വരുന്ന സൂപ്പർ സാധനമായിരിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് യാതൊരു വരുന്നതിന് അവിടെ വിശ്വാസമായിട്ട് ആരെങ്കിലും വയനാട്ടിൽ വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കും. ഇല്ലെങ്കിൽ ഇവിടെ അച്ചൻകോലും ചേമ്പന രീതിയിലും ഒക്കെ ഒത്തിരി കാണിയന്മാരും നിവൃത്തിയില്ലാത്ത പാത്രങ്ങളുണ്ട്. ഓരോ കട്ടിലും പറയും അവർക്കും കൊടുക്കും. എന്നാൽ വിറ്റ് കാശാകത്തില്ല. പറഞ്ഞ വാക്കാനെ പാലിച്ചാൽ കഴിഞ്ഞ ചിങ്ങമാസിക്ക് ഓണത്തിന് മുമ്പ് പണിഞ്ഞൊരു സാധനമായത്. ഇവിടെ കെട്ടിരിക്കുന്നു, അവരുടെ വണ്ടിയിലേക്ക് 3 അടുത്തായിട്ട് പോഞ്ഞ് കെട്ടിയിരിപ്പുണ്ട്. അതുകൊണ്ട് വയനാട്ടിലുള്ള എൻ്റെ സഹോദരങ്ങളെ ഏറ്റവും വിശ്വസനീയമായ ആൾക്കാരെ എന്നെ ഒന്ന് വിവരം അറിയിച്ചാൽ ഞാൻ നിങ്ങളെ വന്ന് കാണാം. വന്ന് കണ്ട് നിങ്ങൾക്ക് തരാം. അല്ലാത്ത പക്ഷം 1 മാസം കൂടെ നോക്കില്ല. എൻ്റെ നാട്ടിൽ തന്നെ ഒത്തിരി ധാരാളം ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്. അവിടെ എല്ലാം നമ്പർ എൻ്റെ ഉണ്ട്. ഞാൻ ഓരോരുത്തർക്കായിട്ട് ഓരോ കട്ട് പറയും കൊടുക്കും. ഞാൻ വിറ്റ് കാശാകത്തില്ല. ഇത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കും. വയനാട്ടിൽ വീടും ആയില്ല, കുടിലും ആയില്ല, ഷെഡും ആയില്ല, ഒന്നും ആയില്ല. ഇപ്പം തീരും വയനാട് വീട് 1 മാസം വയനാട് വീട് കൊണ്ടൊക്കെ ഒപ്പിച്ചത്. അവിടെ കൊണ്ടുപോയി ഒരുത്തനെയും പോയിട്ട് നേതാക്കന്മാരുടെ കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവർക്കടുത്ത് വെച്ച് സൂക്ഷിക്കാനൊന്നും ഞാൻ തയ്യാറില്ല. പല ആൾക്കാരും ഞാൻ ഇത് വിറ്റ് കാശാക്കും, ആടയാ വേല പറയും. ഇവിടെ വന്നു അവരുമായിട്ട് അടി വരെ ഉണ്ടായി. ഇവിടെ എന്തായാലും അവരൊന്ന് വലിയ ആടി ആണ്ടുകാരുടെ വില കൊടുക്കുന്നു എന്ന് ഈ ഒരു സാധനത്തിന് മേലിൽ ഞാൻ അങ്ങോട്ടും എൻ്റെ പെൻഷൻ കിട്ടിയ കാശും കുറച്ച് ആൾക്കാരെന്നെ സഹായിച്ചിട്ടുണ്ട്. അതും മുടക്കി വെച്ചാൽ ഇത് സാധാരണ പാവപ്പെട്ടവർക്ക് വേണ്ടി തന്നെ അവരുടെ വീട്ടിൽ തന്നെ എത്തിക്കണം. അവിടെ ഇപ്പം കട്ടിൽ താഴെ കിടക്കുന്ന ക്യാൻസർ രോഗികളുണ്ട്, പിന്നെ നടുവ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വീട് വെച്ചവരുണ്ട്. പല ആൾക്കാരും ഇങ്ങനെ വീട് വെച്ചിട്ട് അവർക്ക് കട്ടിലില്ലാമലാണ് ഇങ്ങനെ അവർ വളരെ വിഷമിക്കുന്നുണ്ട്. അവർക്ക് തന്നെ കൊടുക്കണം. അതിന് എനിക്കൊരു അറിയിപ്പ് കിട്ടണം. വയനാട്ടിൽ നിന്ന് കിട്ടിയാൽ ഏറ്റവും സന്തോഷമായി. കാരണം അവർക്ക് വേണ്ടി ഞാൻ ചെയ്തു വെച്ചത്. അപ്പം മാസം 1 വർഷം കഴിയുന്നുണ്ട്. ഇനിയും കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉപയോഗിക്കാതിരുന്നതെല്ലാം കൊടുത്തു പൊടിഞ്ഞ് പോയി കഴിഞ്ഞാൽ എൻ്റെ കാശും പോയി മുതലും പോയി. തേക്കും മാഞ്ചിയും ഉണ്ട്. അതും നല്ല പ്ലൈവുഡ് ഇട്ട് നല്ല സൂപ്പർ സാധനമാണ് ഇരിക്കുന്നത്. അപ്പോൾ 8 മാസം 1 വർഷമായിട്ട് യാതൊരു കുഴപ്പമില്ലല്ലോ. ഇത് നമ്മൾ എടുത്തിയാടിയിട്ട് ജനത്തിൻ്റെ വിഷമം കണ്ടുകൊണ്ട് എടുത്തിയാടിയത്. അപ്പോൾ തന്നെയാണ് മാധ്യമക്കാരുടെ എൻ്റെ സ്നേഹിതന്മാർ വളരെയധികം പുകഴ്ച ചെയ്തു. അവർ ചെയ്തുകൊണ്ടായി കുഴപ്പം. അവരാ മാധ്യമം ഞങ്ങളുടെ മനോരമയുടെ നജീബുണ്ട്, പുള്ളി ഉമ്മച്ചനുണ്ട്. ഇവരെല്ലാം ക്യാൻസർ ഹോസ്പിറ്റലിലേക്ക് തന്നെ 20 കട്ടിൽ കൊടുത്തു. അത് ഇപ്പോഴും അവരെന്നെ വിളിച്ച് നല്ല രസമാണ്. രാത്രി രൂപയിൽ കിടക്കാൻ വേണ്ടിയിട്ടാണ് വളരെ. അപ്പം അത് 5 വർഷമായി.
ഈ 5 വർഷം കൊണ്ട് ആരെല്ലാം കിടന്നെന്ന് ഹിന്ദുക്കളാണോ മുസ്ലിമാണോ രാഷ്ട്രീയക്കാരാണോ ഏത് പാർട്ടിയാണെന്നില്ല. എന്തായാലും ഞാൻ കൊടുത്ത കട്ടിൽ രാത്രി ആൾക്കാർ കിടക്കുന്നുണ്ട്. അതുപോലെ ഈ സാധനവും നാട്ടിൽ ദുർഗതിയില്ലാത്ത ദുരിതാവസ്ഥ അനുഭവിക്കുന്ന ആ മനുഷ്യന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടുകാരാരെങ്കിലും എന്നെ സഹായിക്കണം. വളരെയധികം അവിടെ വിശ്വാസമാവണം. ഇത് യഥാർത്ഥത്തിൽ ആ വീട്ടിലേക്ക് തന്നെ അങ്ങ് പോകണം. അല്ലാതെ എവിടെയും കൊണ്ട് കൊടുത്ത് 4 പേരുടെ ഇഷ്ടക്കാർക്ക് പറയി കൊടുക്കാൻ ഒക്കില്ല. കാരണം ചുമ്മാ കിട്ടിയതല്ല, കൊടുക്കില്ല. അങ്ങനെ ഒഴുകി വന്നതല്ല ഇത് ഞാൻ സർവീസ് ചെയ്യുന്നത്. പിന്നെ സർവീസ് ചെയ്ത ശമ്പളം പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷൻ എടുത്ത പൈസയും കുറച്ച് സുഹൃത്തുക്കളെ സഹായിച്ചിട്ടുണ്ട്. അതും കൂടെ ഇത് പറയ്ക്ക് അവിടെ കൊണ്ടുപോയിട്ട് എവനും കൊടുക്കാൻ നോക്കില്ല. യഥാർത്ഥമായിട്ട് വീടില്ലാത്തവരും കഷ്ടപ്പെടുന്നവരും അല്ലെങ്കിൽ വീടുണ്ടാവുമെങ്കിൽ ഇനി വീടുണ്ടാവുമെന്ന് എനിക്കറിയില്ല. അവിടെ വയനാട്ടിൽ വീടുണ്ടാവുമെന്ന് പറഞ്ഞു കേൾക്കാം. ഇന്ന് രാവിലെ പലരെയും വിളിച്ചു. അവരൊന്നും വീടൊന്നും ഉണ്ടാകുന്ന കാര്യമൊന്നും ഞാൻ കൊന്നൊന്നും അറിയില്ലെന്ന് അവർ തീർത്ത് പറയുന്നുണ്ട്. അപ്പോൾ അവർ കാര്യം ചെയ്യാം, അവിടുത്തെ കക്ഷി ആരെങ്കിലും ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അവിടെ എത്തിക്കാനുള്ള സംവിധാനത്തെ തന്നെ സഹായിക്കണം. അതല്ലെങ്കിൽ ഒരു മാസം കൂടെ നോക്കിയിട്ട് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ സമീപിക്കുന്നുണ്ട്. അവർക്ക് ഈരെണ്ണം പറയി കൊടുത്താലും സന്തോഷം. എന്നാലും ഇത് ഞാൻ വിറ്റ് ഞാൻ കാശാക്കി മുതലാളിയാകാൻ പോകുന്നില്ല. കാരണം വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. പല ആൾക്കാരും ഇപ്പോൾ ഇവിടെ UIT എന്ന് കഴിഞ്ഞ ദിവസം വിളിച്ചിരിക്കുക. UIT എന്ന് ഞങ്ങളുടെ അടുത്ത് കെട്ടണമുണ്ട്. അവിടെ പുതിയതായിട്ട് കുറേ കോഴ്സ് തുടങ്ങാൻ പോകുന്നുണ്ട്. ആ കുട്ടിയെ ഇരിക്കാൻ വേണ്ടി ഡെസ്കും ബെഞ്ചും പറഞ്ഞു. അവർ പറഞ്ഞ് 100 ഡെസ്കും ബെഞ്ച് 100 കട്ടിൽ വയനാട്ടിൽ കൊടുക്കുവാണെങ്കിൽ ഞങ്ങളുടെ കുട്ടിയെ തന്നാൽ എന്താന്ന് എന്നെ തന്നെ ഇത് നമുക്കിത് വാർത്തയായി വരുമ്പോഴത്തേക്ക് റോഡിൽ ഇറങ്ങുമ്പോൾ എല്ലാവരും ചോദിക്കും, അസീസാണ എന്തുവായി കട്ടിലെ എന്താണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കും സന്തോഷമാണ്. ജനങ്ങൾ മൊത്തവും എത്ര എത്ര കട്ടിൽ കൊടുത്തു എന്നാ കൊടുക്കുന്നത് എന്തോ എന്ന് എല്ലാവരും ചോദിക്കും. ഇപ്പോൾ ഇത് പോയി എല്ലാവരും അസീസ് അണ്ണാന്നാണ് വിളിക്കുന്നത്. ആ അണ്ണനെ വിളി കേൾക്കുമ്പോൾ അസീസ് സാറല്ല, ആരോഗ്യവകുപ്പിലെ ഒരു പ്രോഗ്രാം ഓഫീസറായിരുന്നു. അപ്പം ഒരു ജില്ലാ ഓഫീസറായിരുന്നു. പക്ഷേ ജനങ്ങൾ മൊത്തം വിളിക്കുന്നത് എന്നെ അണ്ണാന്ന് വിളിക്കുന്നത്. കട്ടില ഇതിങ്ങനെ അടുക്കി പൊടി കയറാതെ വെച്ചേക്കും. ഇതുകൊണ്ട് അതുകൊണ്ട് കുറേ അപ്പുറം ഷെഡ് ചെയ്തിട്ടുണ്ട്. അപ്പം 1 വർഷമായി. ആ വെള്ളം നനയായിരിക്കാൻ വേണ്ടിയിട്ട് മേളിൽ ഷെഡും ഉണ്ട്, ടാർപ്പായുണ്ട്. എന്തായാലും അത്രയുമേ അർഹതപ്പെട്ട കിട്ടിയാൽ മതിയായിരുന്നു. ഇതിപ്പോൾ അവർ പറഞ്ഞു വയനാട്ടിൽ കൊണ്ടുപോയി ഞങ്ങൾ ഏറ്റോളാം, അങ്ങ് കൊണ്ടുപോകണമെന്ന്. 40,000 രൂപ വേണം വയനാട്ടിൽ പണ്ട് പോകാൻ വേണ്ടി. അഥവാ പോട്ടെ, ഈ 5-6 ലക്ഷം രൂപ മുടക്കിയതിന് പുറത്ത് 40 മുടക്കി കഴിഞ്ഞാലും ഇതവിടെ കിട്ടേണ്ട ആൾക്കാർ കിട്ടണ്ടേ. അവിടെ കൊണ്ടുപോയിട്ട് അവിടെ നേതാക്കന്മാരോ പാർട്ടിക്കാരോ അല്ലെങ്കിൽ മറ്റേ ആരെയും പറയുക അവരെടുത്തിട്ട് ഒരു ചന്തയിൽ നിന്ന് കോഴ വാങ്ങിച്ചത് പോലെ കൈ കൊണ്ടുപോയാൽ നമ്മുടെ മോലല്ലേ പോണേ, കൊടുക്കത്തില്ല. ഇത് യഥാർത്ഥത്തിൽ വീടും കൂടിയില്ലാത്ത പാവങ്ങൾ ആ വീട് വെച്ചവർക്കുണ്ടെങ്കിൽ ഞാൻ സർക്കാരിനൊന്നും കുറ്റം പറയുന്നില്ല. പക്ഷെ എന്ന് വീട് തീരും, ആര് വീട് തീർക്കും, ആര് വീട് ഒപ്പിക്കും? ഈ 1 വർഷത്തായിട്ടും അവർ നടന്നില്ലല്ലോ. നമ്മൾ നാക്കുകൊണ്ട് വാക്ക് പറഞ്ഞു, ആ വാക്ക് ഞാനങ്ങ് പാലിച്ചു.